ബാ ബാ ബാക്കിയുള്ളവരൊക്കെ എവിടെയാ വിളിച്ചിട്ട് വരണ്ടിരുന്നേ? നമ്മൾ അമരപ്പയർ പറിച്ചെടുത്തു. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് കറിക്കുള്ളത് പറിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നു. അപ്പം ഞാൻ നമ്മുടെ അമരപ്പയർ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സൂപ്പർ പയറാട്ടാ. ഇത് ഞാൻ ഇതിൻ്റെ തലയും പാലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ വലുതായിട്ട് കഴുകേണ്ട ആവശ്യമില്ല താനും. പിന്നെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് തീരെ പൊടിയൊന്നും ഇല്ല കേട്ടോ. നല്ല നല്ല സൂപ്പർ സാധനം. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കറിയാലോ നമ്മൾ മരുന്നൊന്നും അടിക്കണമെന്നില്ലല്ലോ. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ നമ്മൾ മീൻ പീര കറി വെക്കില്ലേ, അതേപോലെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീനും ഇതും കൂടി ഇട്ടിട്ട് തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ പീര കറി വെക്കുന്ന പോലെ തന്നെ അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് എടുത്തിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാരണം പീര കറി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യമില്ല, ചെമ്മീനും കൂടിയിട്ട് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഒലർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പീര കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ നിറനിറങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് എടുത്തിട്ട് നമുക്ക് നിറനിറങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒലത്തിയിട്ട് എടുക്കില്ലേ, അങ്ങനെ ഒലത്തിയിട്ട് എടുക്കാം. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് മീൻ ഇരിക്കുന്നുണ്ട്, നെയ്മീൻ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് നമ്മൾ തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കുമ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള നല്ല സ്മൂത്തായിട്ടുള്ള അതിൻ്റെ ഗ്രേവി ആയിട്ടുള്ള കറി കിട്ടില്ലേ, അതേപോലത്തെ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുമ്പോൾ നമുക്കറിയാം തേങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. തേങ്ങാപ്പാലൊന്നും പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നമ്മൾ കുറച്ച് തക്കാളിയൊക്കെ ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ കുറച്ച് കുടംപുളിയും ചേർക്കും, നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് ചാറുകറിയിട്ട് നമുക്ക് അതും കൂടിയിട്ട് വയ്ക്കാം. പിന്നെ നമ്മുടെ ഇവിടെ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങ കൊത്തിട്ടിട്ട് വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾ മിക്കവരും ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടൊക്കെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ലഞ്ച് വ്ളോഗായിട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നാളായിട്ടുണ്ട്. തീരെ വാടിയിട്ടില്ലല്ലോ ഇത്. ചിലപ്പോൾ ഇത് നമുക്കിവിടെ കടയിൽ പാത്രം എടുക്കട്ടെ. ഇത് നമുക്ക് ഇവിടെ കടയിൽ വരാറില്ല കേട്ടോ. ഇന്നേ വരെ നമ്മളിവിടെ കടയിൽ ഇത് കണ്ടിട്ടില്ല. എനിക്കോ നാട്ടിലൊക്കെ ഇത് നമുക്ക് നന്നായിട്ട് കിട്ടുമായിരിക്കും. ഇത് ഇതേപോലെ ഞാൻ ആദ്യം ഇങ്ങനെ ഭയങ്കര കിളുന്തായിരുന്നപ്പോൾ ഇത് എടുത്തു. അപ്പം അതിനത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ആ പയറുണ്ടല്ലോ, ആ പയറിനെ ഒന്ന് വലിപ്പം വെച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ
തോരൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറുതായിട്ട് ആ മണി ഉണ്ടാവും, ഇതിന് കുറച്ചൊരു കട്ടി ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് ഭയങ്കര ക്ലിന്തായിട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഇതാ. പിന്നെ ഇത് എപ്പോഴും ആ കറക്റ്റ് സമയത്ത് പോയി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് മൂക്കണമൊന്നുമില്ല. ഇതൊക്കെ ഇന്നും ഉണ്ടായി കിടക്കുന്നതെന്നറിയോ. അപ്പം ഈ കൂടുതൽ വാർത്താനൊന്നും പറയുന്നില്ല, പെട്ടെന്ന് ഇവിടെ കറികളൊക്കെ ഉണ്ട് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. മൺചട്ടിയിലായിട്ട് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെമ്മീൻ ഇട്ടാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കിലോ ചെമ്മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി കുറച്ച് ചെമ്മീനുണ്ട്, അത് നമുക്ക് ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. കാരണം ഇതിലേക്ക് നമുക്ക് ഒരുപാട് ചെമ്മീനൊന്നും ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള ചേർക്കാം, ഒരുപാടൊന്നും വേണ്ട. അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട്. അത് നല്ല ചതച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് കുടംപുളി ചേർക്കുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊരു പുളി വേണമല്ലോ. ഇത് ഭയങ്കര കനം കുറഞ്ഞ പീസാട്ടെ, ഒരു 3-4 പീസ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെമ്മീൻ ഫസ്റ്റ് നമുക്കൊന്ന് വേവിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് അമരപ്പയർ ചേർക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചെമ്മീനൊന്നും അങ്ങനെ ഒരുപാട് വേവില്ല കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് വേവിക്കില്ല. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ മീൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, കാരണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അത്രയ്ക്ക് ഉലുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉലുവ നല്ല ചുമന്ന കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി ചേർക്കാണ്. ഇഞ്ചി ഒന്ന് മൊരിയട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോള ചേർക്കാണ്. അല്ലെങ്കിൽ ഒരു സവോളയാണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അല്ല, ഇതിലേക്ക് നമ്മൾ മുളക് പൊടി നമ്മളൊരു പേരിന് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ചെമ്മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എന്തായി നോക്കാം. അത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ സവോളയ്ക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ എന്തായി നോക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അമരപ്പയർ ചേർക്കാം കേട്ടോ. അമരപ്പയർ അതിനകത്തേക്ക് ഇടുമ്പോൾ അതിനകത്ത് നമ്മുടെ കറിയുടെ ചാറ് കുറച്ച് വേണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ചെമ്മീനിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയിട്ട് ചേർക്കണമെന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഏകദേശം അളവിൽ എടുക്കുക. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നാട്ടിലെ മറ്റേ കുഞ്ഞു വെളുത്തുള്ളിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. ഇവിടെ ഇപ്പോൾ ഈ കിട്ടുന്ന വെളുത്തുള്ളിക്ക് അത്രയ്ക്ക് വലിയ ഫ്ലേവറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിവിടെ 6 എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുക. അപ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഞാനൊന്ന് ഒതുക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്തേക്കണം തേങ്ങ ചേർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ അമരപ്പയർ കുറേ നേരം ഇട്ടിട്ട് വേവിച്ച് അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മങ്ങി അങ്ങനെ എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഒതുക്കി വെച്ചേക്കണ തേങ്ങ ചേർക്കുക. ആ പുളിയൊക്കെ നല്ലൊരു കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒരുപാട് ഭയങ്കര പുളിയല്ല. ഓക്കെ, അപ്പോൾ ഞാൻ തേങ്ങ കൂട്ടിയിട്ടൊന്ന് വെന്ത് പറ്റേട്ടെ, മൂടി വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ മീൻകറിയിലേക്കുള്ള തക്കാളിയൊക്കെ ഇട്ടിട്ട് എന്തായിരുന്നോട്ടെ. ഞാൻ നോക്കിക്കേ, തക്കാളിയൊക്കെ വെന്ത് നല്ല പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഇനി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂട്ടിയിട്ട് ചേർക്കണം. അത് ഞാൻ എന്തോരം തേങ്ങ ചേർക്കണമെന്നുള്ളത് പറയാം. അതും കൂടിയിട്ട് ഇതും പിന്നെ തേങ്ങയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യട്ടെ.
അപ്പോൾ നമ്മുടെ മീൻകറിയിലേക്ക് നമ്മൾ തക്കാളിയുടെ മിക്സിങ്ങിൻ്റെ കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം ഇതിനകത്ത് തന്നെയാട്ടോ നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ തീ ഓണാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറിയിലേക്ക് നമുക്ക് തക്കാളി ചേർത്താൽ അത്രയ്ക്ക് പുളി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് കുറച്ച് കുടംപുളിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ താളിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടോ ശരിക്കും. ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഞാൻ വിചാരിച്ചു അത് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് താളിച്ചിടാന്ന് വിചാരിച്ചു. ജസ്റ്റ് നമ്മൾ അവിയിൽ വെക്കണ പോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, തീ ഓഫ് ചെയ്യുക, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. കാരണം ചെമ്മീന് ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നീക്കി വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കിക്കേ, അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയിലേക്കുള്ള ഉള്ളി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അപ്പോൾ ഈ നമ്മുടെ കറിയിലേക്ക് ചൂടോട് കൂടിയിട്ടാണ് ചേർക്കാം. നമ്മുടെ മീൻകറി ഇവിടെ ഇരുന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്തത്, അപ്പം നമ്മുടെ മീൻകറി ഇവിടെ ഇരുന്നിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീനും പിന്നെ അമരപ്പയറും കൂടിയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പാവയ്ക്ക ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. നല്ല കനം കുറച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്കും പിന്നെ ഞാൻ നമ്മൾ തേങ്ങ കൊത്താക്കി ഇട്ടിട്ട് നമ്മൾ മൊരിച്ചിട്ട് എടുക്കാന്നറിയില്ല, അങ്ങനെ നമുക്ക് മൊരിച്ചിട്ടിടുക. ഫസ്റ്റ് നമ്മുടെ പാവയ്ക്ക് ഇട്ടേട്ടാ ഒന്ന് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പാവയ്ക്കയില വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാനിവിടെ തേങ്ങ കൊത്തും ചേർക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മീൻകറി എന്തായി നോക്കാം. മീൻകറിയിലെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മീൻകറിയിൽ ആരെ കടുക് പൊട്ടിക്കണേന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കടുക് പൊട്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പാവയ്ക്ക വറുത്തതും റെഡി ആയിട്ടുണ്ട്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇടാട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് വറുത്തതും റെഡി ആയിട്ടുണ്ട്. ചിമ്പു ചിമ്പുട്ടാ ചിമ്പു ചിമ്പുട്ടാ അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ഊണിനുള്ള കറികളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇനി ഓണമുള്ള വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഓണത്തിൻ്റെ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഞാനിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. കാരണം എനിക്ക് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ശരിക്കും. പിന്നെ എനിക്ക് നിങ്ങളെന്നെ ഇവിടെ നമ്മുടെ മുന്തിരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്തിരി നമ്മൾ പറിക്കുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറേ പച്ച നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മുന്തിരിമ ഒരു തരം കേട് വരുന്നുണ്ടായിരുന്നു.
ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാ മുന്തിരി കേട് വന്ന് പോകുന്ന വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് പച്ച നമ്മൾ പറിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ഉപ്പിലിടാന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്ത് വെച്ചത്. എന്നിട്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലൊക്കെ ഇട്ടിട്ട് എന്തായിരുന്നു. പക്ഷെ ഞാനത് ഉപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാനത് വെച്ച് പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതൊന്ന് എന്തൊക്കെയോ തിരക്കുകളുണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചത് ലൂബിക്കയുടെ പോലെ ഇങ്ങനെ കുറച്ചധികം ദിവസം ഇങ്ങനെ ഇരുന്നോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നാണ്ട് വാടിയിട്ട് പിന്നെ ഞാനത് ഉപ്പിലൊന്നും ഇട്ടില്ല. പിന്നെ അത് അങ്ങനെ തന്നെ എടുത്ത് കളഞ്ഞു. പിന്നെ ബാക്കി നമ്മൾ കുറച്ചുകൂടി മുന്തിരി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുന്തിരി ഇപ്പോൾ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി ആദ്യം ഉണ്ടായത് മാത്രമേ കേടുവന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നീം ഓയിലൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായി വന്ന മുന്തിരിയൊക്കെ നന്നായിട്ട് ഒട്ടും കേടൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം പിന്നെ നമുക്ക് എല്ലാ വർഷവും നമ്മൾ നീയയും പിന്നെ അലീനയും മീനയും എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഓണത്തിന് പൂക്കളം ഇടുന്നതൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് നീയയും ഈ വർഷം ഓണം കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ നീയയും അലീനയൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാനും നീനയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഓണത്തിന് നമ്മളങ്ങനെ പൂക്കളിടുന്ന അങ്ങനെ ഓണത്തിൻ്റെ സെലിബ്രേഷനൊന്നും ഇവിടെ നമുക്ക് ഉണ്ടാവില്ല, വീട്ടിലുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഞായറാഴ്ചയുണ്ട് ഓണം. അപ്പോൾ ശനിയാഴ്ച ഞങ്ങളുടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. ഒരു വലിയ അസോസിയേഷനുണ്ട്. ഞങ്ങൾ ഒരു 22 ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു അസോസിയേഷനാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഓണത്തിൻ്റെ സദ്യയൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണല്ലോ ശരിക്കും ഓണം. അന്ന് എനിക്ക് ഓണത്തിൻ്റെ ഞാനിപ്പോൾ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഓണത്തിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച ഞാൻ എന്തായിരുന്നാലും തിരക്കായിരിക്കും. എന്തായിരുന്നാലും ശനിയാഴ്ച നമ്മൾ ഓണം ആഘോഷിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷവും പൂക്കളൊക്കെ ഇടുന്നത് എല്ലാവരും കൂടിയിട്ടുണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ ആരുമില്ല. പക്ഷെ നമുക്ക് ഈ വർഷം കുറേ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ പൂ പറിക്കലും ഓണം ഇടലൊന്നും ഉണ്ടാവില്ല. നമ്മൾ അത്തത്തിന് കുറച്ച് പൂ പറിച്ചിട്ട് നമ്മൾ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഓണം ശരിക്കും നാട്ടിലാഘോഷിച്ചാൽ മാത്രമേ ഓണത്തിൻ്റെ രസം ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ ക്രിസ്മസ് ആയിരുന്നാലും ഈസ്റ്റർ ആയിരുന്നാലും ബാക്കി എന്ത് ആഘോഷമായിരുന്നാലും നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോയി ആഘോഷിച്ചാലും നമുക്ക് അങ്ങനെ അത്രയ്ക്ക് വലിയ ഫീലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ആ നാട്ടിലെ ഓണത്തിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോൾ കടകളൊക്കെ ആയിരുന്നാലും ഇങ്ങനെ നല്ല രസമായിരിക്കുമല്ലോ. നിറച്ചിങ്ങനെ പല വെറൈറ്റി ഡ്രസ്സുകൾ, എവിടെ നോക്കിയാലും നിറച്ചും പൂവുകൾ, പിന്നെ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ ഓണം കൂടിയിട്ട് കുറേ വർഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായിരുന്നാലും അടുത്ത വർഷം ശരിക്കും ഇവിടെ ഈ സമയമാകുമ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂൾ തുടങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന് നമുക്ക് തന്നെ കൂടാൻ വേണ്ടിയിട്ട് പറ്റാമല്ലോ. അപ്പോൾ ശരിക്കും ഓണമൊക്കെ ശരിക്കും നാട്ടിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഒരു പഴയ സാരിയാണ്. കാരണം നമ്മളിപ്പോൾ വെക്കേഷനൊക്കെ നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് തന്നെ ഓണത്തിൻ്റെ സാരികളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ളതാണ് നമ്മളെപ്പോഴും എടുക്കാറുള്ളത്. ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഈ ബ്ലൗസ് കഴിഞ്ഞ വർഷം എനിക്ക് പുറത്തായിട്ട് എനിക്ക് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സാരിയുടെ ബ്ലൗസായിരുന്നു. കഴിഞ്ഞ നമ്മൾ അത്തത്തിന് നമ്മളൊരു വീഡിയോയിൽ ഞാനൊരു സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലൗസ് നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ബ്ലൗസ് എടുത്തതെന്നൊക്കെ. അതും ഇതേപോലെ തന്നെ ഒരു സാരിയുടെ ബ്ലൗസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ളവരൊക്കെയും ഇവിടെയൊക്കെ ആയിരുന്നാലും പുറത്ത് രാജ്യങ്ങളിലൊക്കെ ആയിരുന്നാലും ഇങ്ങനെ ഓണത്തിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓണസദ്യ, പൂക്കളം, പിന്നെ വടംവലി, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് നമ്മൾ നടത്തിയെന്ന് പറഞ്ഞാലും ആ നാട്ടിൽ ആ ഓണം നടത്തുന്ന ഒരു സുഖം ബാക്കി എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകണം നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് മുന്തിരി പറിക്കാം. മുന്തിരി സെറ്റ് സാരി എടുത്തിട്ട് പറിക്കുന്നത് ഞാനായിരിക്കും ആദ്യമായിട്ട്. പിന്നെ ഞാനിവിടെ നാട്ടിൽ നിന്ന് വേറെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ വിളക്ക് പോലെ ഇങ്ങനെ ഉള്ളത്. അത് ഇന്ന് ഞാൻ എന്തായിരുന്നാലും ഞാത്തിനുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നിട്ടേ ഞാൻ ഡ്രസ്സുണ്ട് ഇങ്ങനെ ചെങ്ങല പോലെയായിട്ട് എൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു ഇത് അത് കൊണ്ടുവന്നപ്പോൾ അത് പൊട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗ്ലൂ വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചപ്പോൾ അത് ഒട്ടിയിരിക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഞാത്തിരാന്ന് വിചാരിച്ചു. ഓണമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സാധനം ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ മുന്തിരി പറിക്കാം. പിന്നെ ഇതുണ്ടല്ലോ നമ്മളെല്ലാ വർഷവും നമ്മൾ കാണിക്കാറുണ്ട്. ഇതൊരു പഴാട്ടാ. ഇതിൻ്റെ പേര് ഡോഗ്വുഡ് എന്നാണ്. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് കൂടുതലും അങ്ങനെ ആൾക്കാർ നമ്മളിങ്ങനെ മനുഷ്യന്മാരെ അധികം എടുത്ത് കഴിക്കാറില്ല. കിളികൾ അണ്ണാമാരൊക്കെ ഇത് നന്നായിട്ട് കഴിക്കും. ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ റംബൂട്ടാൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. ഇത് പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കുറേ മരങ്ങൾ നമുക്ക് അവിടെ ഒരെണ്ണം നമ്മളവിടെ അടുക്കളയുടെ അവിടെ നിങ്ങളുടെ ഇറങ്ങണ അവിടെ ഡെക്കിൻ്റെ അവിടെ ഉണ്ട്. പക്ഷെ അതുമ്മ കഴിഞ്ഞ വർഷം കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അതുമേ ഉണ്ടായിട്ടില്ല.
അവ 2-3 ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ മാങ്ങയൊക്കെ ചില സമയത്ത് ചില മാവുമ്മ കുറേ മാങ്ങ ഉണ്ടാവും, പിന്നത്തെ വർഷം ചിലപ്പോൾ മാങ്ങ ഉണ്ടാവില്ല, അതേപോലെയാണല്ലോ. അതേപോലെ പക്ഷേ ഇതുമേ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം കുറവാണ്. ഈ വർഷം ഇതുമേ ആയിരുന്നാലും കുറവാണ്, പക്ഷേ എന്നാൽ കുറേ ഉണ്ട്, പക്ഷേ മുകളിലേക്കൊന്നും അത്രയ്ക്ക് അധികം ഉണ്ടായിട്ടില്ല. ഇത് ഫുള്ള് അങ്ങോട്ട് പഴുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി. ഇവിടെ നമുക്ക് അവിടെ 5-6 മരങ്ങളുണ്ട് ഇതിൻ്റെ, പക്ഷേ ഇതുമേയാണ് ഈ വർഷം കൂടുതൽ ഉണ്ടായേക്കുന്നത്. സാധാരണ നമ്മൾ ആ ഡെക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നിടത്തുണ്ടല്ലോ കണ്ടമാനം ഉണ്ടാവാറുണ്ട്, എല്ലാ വർഷവും നിങ്ങളെന്നെ വീഡിയോയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പഴുത്ത് വരണുള്ളൂ. ഈ വർഷം കുറച്ച് ലേറ്റായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നാലും നല്ല സോഫ്റ്റാണ്. ഇത് വെച്ചിട്ട് ജാമൊക്കെ ഉണ്ടാക്കും ആൾക്കാർ. ഇത് നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല, അങ്ങനെ കടയിൽ അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കില്ല. കാരണം ഇത് അങ്ങനെ അത്രയ്ക്കധികം ആൾക്കാർ മനുഷ്യന്മാർ അത്രയ്ക്കധികം അങ്ങനെ കഴിക്കാറില്ല ഈ സാധനം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്ക് നല്ല എന്താ പറയുക, നമ്മുടെ ഈ ആന്തച്ചക്ക, ഈ സീന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ഉള്ളിൽ ശരിക്കും നമ്മുടെ ഈ ചക്കയുടെ ഒക്കെ ഒരു കളറാട്ടാ. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മധുരമൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ സാധാരണ ഇപ്പം ഞാൻ വന്നിരിക്കണാനും പോയേക്കുന്നത്, അല്ലെങ്കിൽ നിറച്ചും കിളികളും അണ്ണാമാരൊക്കെ നിറച്ചുണ്ട്. ഇന്ന് ഞാൻ കഴിച്ചോട്ടെ. നല്ല മധുര. ശരിക്കും നമ്മൾ ആന്തച്ചക്കയൊക്കെ കഴിയുമ്പോൾ ഒരു തരിതെരിപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. നല്ല മധുര. എന്തുകൊണ്ടാണ് ആൾക്കാർ കഴിക്കാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. സാധാരണ ആൾക്കാരൊക്കെ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഒരു ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ ഇത് കഴിച്ചാൽ വിഷമൊന്നുമല്ല ഈ സാധനം. ഇതിൻ്റെ പേര് നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. ഇതിൻ്റെ പേര് ഡോഗ്വുഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴം. മുന്തിരി നമുക്ക് പറിച്ചെടുക്കാം. ഞാൻ ആ പഴത്തിൻ്റെ അടുത്ത് നിന്നിട്ടേ അവിടെ നിറച്ചും കൊതുകുണ്ട്. നിങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെ കൊതുകുണ്ടോ എന്നുള്ളത്. ഇവിടെ കൊതുകുണ്ട്. ഇവിടെ വേസ്റ്റ് കിടന്നിട്ടല്ല കൊതുക് വരുന്നത്. ഇവിടെ നിറച്ചിങ്ങനെ പുല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല കടിക്കും. ചില സമയത്ത് കുഞ്ഞു കൊതുകളാണ്, നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മളെ കടിക്കുന്നത്. ഇപ്പം വലിയ കൊതുകളാണ്. ആ മരത്തിൻ്റെ അതുമ്പോൾ നിറച്ചും കൊതുകുണ്ടായിരുന്നുണ്ട്. കൈമൊക്കെ നിറച്ചും കടിച്ചിട്ടുണ്ട്. ഭയങ്കര ഇച്ചിങ്ങ അവിടുത്തെ കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്തിരി പറിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ആ പാത്രത്തിലേക്ക് ഇടാം. അധികമൊന്നുമില്ല, 5-6 കടയുള്ളൂ, 5-6 ഉള്ളൂ, 5-6 കൊലയേ ഉള്ളൂ. ഇത് നോക്കിക്കേ, ചിലത് ഇങ്ങനെ കുഞ്ഞിതായിട്ട് അന്ന് നാശമായി പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അതായത് ഇതേപോലെ ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. അത് എന്തോ ഒരു പ്രാണി വന്നിരുന്നത് അതിന്. ഇതിനായാലും നല്ല മധുരം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുരുണ്ട്, അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപോലെയാണ് ഇങ്ങനെ കേട് വന്നിട്ട് ഇങ്ങനെ പോയത്. അത് അടുത്ത വർഷം എനിക്ക് തോന്നുന്നു നമുക്ക് നന്നായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഈ വർഷം നമുക്ക് ആദ്യമായിട്ടുണ്ടായതാണ്. പിന്നെ നമുക്കിവിടെ അതാ കുറേ മഞ്ഞ തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇത് മഞ്ഞ കളർ തക്കാളിയാണ്. നമുക്ക് ക്യാമറ കൊണ്ട് കണ്ടില്ല, അത് കുറച്ചുണ്ടായിട്ടുണ്ട്. മഞ്ഞയുണ്ട്, ചുമപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ചെറിയ മണി തക്കാളി ഉണ്ടല്ലോ, അതിനെ എന്നിട്ട് പറയാം നിങ്ങൾ ചെറിയ ടൊമാറ്റോ എന്നല്ലേ പറയുന്നത്. ഇതാത്. അപ്പോൾ നമ്മുടെ മുന്തിരിയും പിന്നെ ഈ തക്കാളിക്കും മുന്തിരിക്കൊക്കെ ഏതാണ്ട് ഒരേ വലുപ്പാട്ടാണ്. ഈ ചുമന്ന കളർ കുറച്ചും കൂടി ഉണ്ട്. ഞാനൊന്ന് പറിക്കട്ടെ. ഇത് ഭംഗിയൊരു കളർ കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ വാടി തുടങ്ങിയിട്ടാ. ഇത് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് കുറേ ലേറ്റായി കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞത് കുറേ ലേറ്റായി കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് പല സ്ഥലത്ത് നട്ടുകൊടുത്തുനിന്നാണ് നമ്മൾ ഇങ്ങനെ ഈ മുന്തിരി കൊണ്ടുവന്ന് ഇവിടെ നട്ടത്. അടുത്ത വർഷം ഞാൻ നന്നായിട്ട് നടും. ഇങ്ങനെ കൊല കുത്തിയിട്ട് ഇങ്ങനെ വലിയൊരു കൊലയുണ്ട് കേട്ടോ ഇവിടെ. ഇത് മഞ്ഞ കളർ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും മഞ്ഞ കളർ തക്കാളി. പല കളറായി. ഇപ്പം എന്ത് രസം കാണാൻ വേണ്ടിയിട്ട്. കുറേ ഉണ്ടായിട്ടേ എല്ലാം പറിച്ചെടുക്കാം നമുക്ക്. എവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം മുന്തിരി പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമുക്ക്
തക്കാളിയും കിട്ടിയിട്ടുണ്ട്, മുന്തിരിയും കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിക്ക്, ഞാനിവിടെ തന്നെ വെയിലത്തുനിന്ന് നീക്കിയിട്ട് കൊണ്ടുപോയി കാണിക്കട്ടെ. അതാ നോക്കിക്ക്, നല്ല രസമുണ്ട്. എല്ലാത്തിനും ഏതാണ്ട് സെയിം കളർ വലിപ്പമാണ്. എണ്ണം കഴിച്ചോട്ടെ കേട്ടോ. അവിടെ മഞ്ഞ തക്കാളി അതിനുണ്ട് അവിടെ. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഇത് പച്ചയായിരിക്കുമ്പോൾ മഞ്ഞ കളറാട്ടോ. അത് കഴിഞ്ഞിട്ട് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ ഇതിങ്ങനെ ഓറഞ്ച് കളർ വരും. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല വെയിലടിച്ചിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ഒരേ കളറായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇത് നമ്മുടെ സാധാരണ ചുമന്ന കളറ് മണിത്തക്കാളി. അതിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്. മുന്തിരി കഴിച്ചോട്ടെ. ഈ മുന്തിരിയുടെ ഉള്ളിൽ കുരുണ്ടെങ്കിലും നല്ല സൂപ്പർ, നല്ല രുചിയുള്ള മുന്തിരിയാണ്, നല്ല ടേസ്റ്റില്. കുരു എടുക്കുമ്പോൾ കുരുവിനൊരു കയ്പ്പ്. അടുത്ത വർഷം നമുക്ക് കുറേ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത വർഷം നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ഇതിനെ എന്തെങ്കിലും കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല സൂപ്പറാക്കിയിട്ട് എടുക്കും. അവിടെ ഒരു കുഞ്ഞു പറഞ്ഞിട്ടേക്കുന്നുണ്ട്. ഇത് മുന്തിരിയാണ് ഇപ്പോഴത്തെ ദിവസം. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇതേ കൊമ്പുകളൊക്കെ വാടി തുടങ്ങി. അത് ഒന്നാമത്തേന് ഈ ചട്ടിയിലുണ്ടല്ലോ വെള്ളം അങ്ങനെ നിൽക്കണില്ലാന്നേ. നമ്മൾ കാലത്ത് വൈകുന്നേരമൊക്കെ നനച്ചാൽ മാത്രമേ ഈ വെള്ളം നിൽക്കുള്ളൂ. ഒഴിക്കണ വെള്ളം ഇതിനടിയിൽ വേറൊരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം നമ്മളെടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിനകത്ത് ഒരു ഫിൽറ്റർ പോലെ ഒരു സാധനം അതിൻ്റെ അടിയിലുണ്ടായിരുന്നു, അടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം നിൽക്കണില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരിയും പിന്നെ മുന്തിരിനെ കുറച്ച് മുകളിലേക്ക് വെക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരിയും തക്കാളിയും. ഇനി ഇവിടെ വൈകിട്ട് പോൾസേട്ടനെ ഒന്ന് പുല്ലൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. പുറത്തെ കാഴ്ചകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ കാണിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ പുതിയതായിട്ട് വേറെ കാഴ്ചകളൊന്നും ഇല്ല. ഇനി സമ്മറൊക്കെ അല്ല വിൻ്ററൊക്കെ ഇനിയിപ്പോൾ നല്ലൊരു സീസൺ വരുന്നുണ്ട്. ഇലയുടെ കളറൊക്കെ മാറുമ്പോഴായിരിക്കും ഇവിടെ ഏറ്റവും ഭംഗിയുള്ള വെതർ. എനിക്ക് ആ സമയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സമയം. എനിക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ആ സമയമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം പല തരത്തിലുള്ള ഇലയുടെ കളറുകളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാറ്റൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഈ ഇലകളൊക്കെ ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഭയങ്കര ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചിങ്ങനെ മരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസം ആ സമയം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ഈ പിക്ചറിലൊക്കെ നമ്മൾ കാണില്ലേ ഇലകളുടെ പിക്ചറുകളൊക്കെ, അതേപോലെയാണ്. അത് അതിൻ്റെ ഭംഗി പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയ്ക്ക് രസമാണ്. എനിക്കാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു സമയം ന്യൂയോർക്കിൽ ആ സമയമാണ് ഫാളിൻ്റെ സമയം. സ്പ്രിങ്ങിൻ്റെ സമയമായിരുന്നാലും നല്ലതാണ്. സ്പ്രിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഈ സ്നോ ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇലകൾ വരുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പൂവുകളാണ് കൂടുതൽ വരാൻ പറ്റുന്നത്. ആ സമയം സ്പ്രിങ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമ്മർ, ഇനി വരുന്നത് ഫാളാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇലകളൊക്കെ വീഴുന്ന സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിൻ്റർ. ആ കൊതുക് തന്നെ കടിച്ചിട്ട് എൻ്റെ മേത്തൊക്കെ നിറച്ചും തടിച്ചിട്ടുണ്ട്. മേലൊക്കെ ഭയങ്കര ഇച്ചിങ് എനിക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആക്കിച്ചിൻ്റെ ഹാപ്പി ആണോ? എനിക്ക് തോന്നണില്ല ഇനി നമ്മൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇനി മിക്കവാറും നമ്മളിനി വീഡിയോസുകളൊക്കെ ഇടാം. അപ്പോൾ ഈ വർഷം എന്തായിരുന്നാലും ഓണത്തിൻ്റെ വീഡിയോസുള്ളൂ. നമ്മൾ പിന്നെ ഓണത്തിൻ്റെ നമ്മുടെ അസോസിയേഷൻ്റെ അതിന് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും കുറച്ച് വീഡിയോസുകൾ ചിലപ്പോൾ ഞാൻ പിടിക്കും. എന്നാലും മിക്കവാറും ഞാൻ ഇനി ഓണം കഴിഞ്ഞിട്ട് ഇട്ടുള്ളൂ. കാരണം എനിക്ക് ഞായറാഴ്ച പിന്നെ ഓണത്തിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കൊക്കെ എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഓണമൊക്കെ കൂടെ എല്ലാവർക്കും എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇതാട്ടാ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ. ആ ജോയിൻ്റ് പെട്ടിയിൽ വെച്ച് കഴിയുമ്പോൾ അത് അവിടെ ഒടിഞ്ഞു പോയി. അവിടെ ഞാനൊരു ആണി അടിച്ചിട്ടുണ്ട്. നീങ്ങിട്ട് കാണിക്കട്ടെ. ചിമ്പുട്ടാ അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നമുക്ക് ഒരു പാവല മുളച്ച് വന്നിട്ടായിരുന്നു അറിയില്ലേ, അതുമേന്ന് നമുക്കിതേ പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പോഴാണ് ഉണ്ടായത്. നാളെ ദിവസം നമുക്കൊരു 4 പാവയ്ക്ക് നെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കണിവെള്ളരിക്കൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാടിയിട്ടതാ. അത് ഞാൻ കാലത്തോടെ പറിച്ച് വെച്ചതാണ്. ആസ്പേൻ ഇവിടെ പോരെ. ആഹാ, ചിമ്പൂട്ടൻ അവിടെ കയറിയിരിക്കണുണ്ട്. അത് ആസ്പിൻ അവിടെ പുറത്ത് നിൽക്കണത്. ആസ്പിന് ഇഷ്ടമായിട്ടില്ല. ചിമ്പു തല്ലു പിടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അവിടെ പൊക്കത്ത് കയറിയിരിക്കുന്നതാണ് കാണുന്നത്. നീ എന്നോട്ട് ചേട്ടനെ വരുത്തി ചെയ്യണുണ്ടോ നീയേ? ആസ്പിൻ ചിമ്പുവിനെ നോക്കണ്ടാണ് കാണുന്നത്. ആസ്പിൻ ഇതിലേ വാ, നമുക്ക് ഇതിൽ കൂടെ കയറാം. ബാ, ഡോറ് തുറന്നേക്കണം. ബാ, അങ്ങോട്ട് പോരും. മോനെ ഇങ്ങോട്ട് പോരും. ചിമ്പു, നീ അടി വാങ്ങരുത്. ഓക്കെ, ചേട്ടൻ്റെ അതിൽ കൂടെ നമ്മൾ കയറ്റി. നീ എപ്പോഴും ചെന്ന് ചേട്ടൻ്റെ കാലുമ പിടിക്കുക. ചേട്ടന് കാല് വേണ്ടിയിട്ട് കണ്ടോ. ഓക്കെ, ഈ മരത്തുമ്മയൊക്കെ ഉണ്ടല്ലോ നിറച്ചും കിളികൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ കിളികൾ അങ്ങനെ കിടന്ന് പറക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിമ്പൂട്ടൻ എന്താ രാത്രിയിലെ ഭക്ഷണമായിട്ടായി കഴിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് കുറച്ച് നേരം പുറത്തേക്ക് നടന്ന് അത് കഴിഞ്ഞിട്ട് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ആൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ മുകളിലേക്ക് താനെ കയറിക്കോളും. അവിടെ പോയി കിടന്നിട്ട് ഉറങ്ങും. ഇത്ര നേരം കളിക്കായിരുന്നു. അവിടെ കോഴിനും താറാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ കൂടെ കളിയായിരുന്നു. ആസ്പിൻ ചേട്ടൻ എന്താ ഇവിടെ ഉണ്ട് കേട്ടോ. ആസ്പിൻ ചേട്ടൻ എന്താ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ.